Hey guys, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. We are off to കോഴിക്കോട്. നന്നാവും തീരുമാനിച്ചിരിക്കുന്നത്. സംഭവം ചുരുക്കി പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കിന് കയറാണ്. വർക്കിന് കയറുന്ന ചോദിച്ചു പറഞ്ഞാൽ സൈലത്താണ്. സൈലം എഡ്യൂക്കേഷനിൽ അക്കാഡമിക് കൗൺസിലറായിട്ട്. സംഭവം ഇതൊന്നുമല്ല. സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ പാലക്കാടിൽ ഏകദേശം ഏറെക്കുറെ എല്ലാവരും ഞാൻ പറയില്ല, ഏറെക്കുറെ എല്ലാ ഫുഡ് കോർട്ടും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കോഴിക്കോട്ടിലെ കുറച്ച് ഫുഡ്സ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇവിടെ കഴിഞ്ഞു കുറേ പാലക്കാട് വ്ളോഗ് ഇട്ടു, ഇനി കുറച്ച് കോഴിക്കോട് വ്ളോഗ് കാണാം. അപ്പോൾ അതാണ് സംഭവം. നേരെ അങ്ങോട്ട് പോവുക, ട്രെയിനിലാണ് പോണത്. അപ്പോൾ ഓക്കെ എടുത്തോ. ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ വിശാലമായിട്ടുള്ള സ്ഥലത്ത് നിർത്തിയതാണ്. കോഴിക്കോട് സീരീസ് ഇത് മൊത്തം കോഴിക്കോടായിരിക്കും. അതായത് കുറച്ച് മെല്ലെ പോകും. മൈക്ക് വാങ്ങിക്കും പറയുന്നതൊക്കെ. അപ്പം വന്നിട്ട് കോഴിക്കോട്ടിൽ എങ്ങനെയാണ് ചോദിച്ചത് പറഞ്ഞാൽ ഈ അൽറീം അറേബ്യൻ പാലസിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഏതാണെന്ന് നമ്മൾ അവിടെ പോയി കാണും. എനിക്ക് ഏറ്റവും ടോപ്പായിട്ട് ഇഷ്ടപ്പെട്ടത് അറേബ്യൻ പാലസാണ്. ഇത് കഴിച്ചിട്ട് ഞാൻ കറക്റ്റായിട്ടുള്ളത് പറയാം. പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് റഹ്മത്ത് ഹോട്ടൽ, പിന്നെ പാരഗണ്, കുട്ടിച്ചിറ ബിരിയാണി സെൻറ്റർ, അലീഗ ബിരിയാണി, ഇതൊക്കെയാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. ഇനി അവിടെ പോകുമ്പോൾ ലിസ്റ്റ് കൊടുക്കും. ഓക്കെ ഗൈസ്, ട്രെയിനിൽ പോകണം. നമ്മൾ എൻഡോർക്കിൽ പോവാം. 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് അവിടെ എത്തില്ലേ? കാറ് ഉണ്ട്. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ കോഴിക്കോട് ഈ വണ്ടിയിൽ. ട്രെയിന് നമ്മൾ ഒരു മണിക്കൂർ ലേറ്റാണ്. അതുകൊണ്ട് നമ്മൾ നേരെ ഈ വണ്ടി തന്നെ വിടാമെന്ന് പറഞ്ഞു. ആൾ കോഴിക്കോട് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ആൾക്ക് ഞാൻ അറേബ്യൻ പാലസിൽ നല്ല മന്തി വാങ്ങിച്ചു കൊടുക്കും, വേറെ ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ല. ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ സാധനം. കോഴിക്കോട് പോവാം, ശരിക്കും പോവാം. പക്ഷേ ആൾ സൂപ്പർ. പെട്രോളും അടിക്കുക, മന്തിയും വാങ്ങിക്കുക. എന്തായാലും പോവാം. പക്ഷേ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഇത്രയും നല്ല വെളുത്ത ചെക്കൻ എങ്ങനെയാണ്. നമ്മൾ നോർമലായിട്ട് ട്രെയിനിൽ തന്നെ പോകാമെന്ന് വെച്ചു. അതായത് മറ്റേ ട്രെയിനിൻ്റെ ഡ്രൈവർ പറഞ്ഞു കുറച്ച് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഫൈനലി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നതാണ്, പാലക്കാട് ജംഗ്ഷൻ. നമ്മൾ നോർമലായിട്ട് 11:15 ട്രെയിന്. പിന്നെ ഇന്ത്യൻ റെയിൽവേൻ്റെ അറിയണതുകൊണ്ട് അറിയാമല്ലോ, നമുക്ക് 12 മണിക്കാണ് ട്രെയിൻ കയറുന്നത്. നോർമലി ഇവിടെ നിന്ന് 3 മണിക്കൂറുണ്ട് തോന്നുന്നു. അതായത് കോഴിക്കോട് അണ്ണന് നമ്മുടെ ഏട്ടായും കൂടെ വരുന്നുണ്ട്. അൽഡ്രീമെന്ന് വണ്ടി അതിൻ്റെ പോവാ. ഇങ്ങനെ ഐസ്തെറ്റിക് ആയിട്ട് ഓരോന്നും എടുക്കില്ല. പ്ലാറ്റ്ഫോം നമ്പർ 3 ആണ്. ഇത് കയറി തന്നെ പോകണം. ഫൈനലി വി ആർ ഓൺ പ്ലാറ്റ്ഫോം നമ്പർ 3. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ട്രെയിനിൽ പോകുന്നത്. അതായത് ബുക്ക് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ടിക്കറ്റ് എടുക്കാണ്ട് പോകുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഇവിടെ വന്നിട്ടായിരിക്കും എടുക്കുക. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് മനസ്സിലായ സ്ലീപ്പർ എന്ന് പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല. അപ്പം വന്നിട്ട് നമുക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണോ കോഴിക്കോട്, ഇവിടെ നിന്ന് അങ്ങോട്ടാണോ കോഴിക്കോട് എന്ന് അറിയില്ല. ആ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളൂ. കാരണം നമ്മൾ ലാസ്റ്റ് കോച്ചിലാണ്, അതായത് D2 ആണ്, D1. ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ആണെന്ന് അറിയില്ല. എന്നാൽ മാംഗ്ലൂർ എക്സ്പ്രസ് ആണോ നോക്ക്. ഇല്ലല്ല, ഇത് നമ്മളുടെ തന്നെ. ഇതിന് കയറി കോഴിക്കോട് എത്തുമോ? കോഴിക്കോട് പോകുന്ന ട്രെയിൻ അറൈവ് ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ട്രെയിൻ. നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കുകയാണ് ഈ ട്രെയിൻ ഒരു ദിവസം. നോർമലി ഈ ട്രെയിന് സൗണ്ട് എടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ട്രെയിനിൻ്റെ അപ്പുറത്തെ ട്രെയിനൊരു നമ്മൾ ഏറ്റവും ലാസ്റ്റാണ്. വലിയ കാര്യത്തിൽ ഇവിടെ ഇരുന്ന് ട്രെയിൻ വരുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എൻ്റെ ബാഗ് കൊണ്ടുവരാൻ വേറെ ഒരാൾ ബാക്കിൽ വരുന്നുണ്ട്. അയാൾ അവിടെ കോച്ച് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. D1 ഇതാ അണ്ണൻ പേരുണ്ട്. ബൈ ഗൈസ്. ഫോൺ ആവശ്യമില്ല. ശരി, അപ്പോൾ ട്രെയിൻ കയറി നടന്നെടുത്ത് പാലക്കാട് ജംഗ്ഷൻ്റെ കഴിഞ്ഞ് ബാഗിൽ TT ഉണ്ട്. ഞാൻ ടിക്കറ്റ് എൻ്റെ ഓൺലൈനാണ് കാണിച്ചിട്ട് ഓക്കെ ആവുമെന്ന് അറിയത്തില്ല. ഫൈനലി റീച്ച് അവർ ഡെസ്റ്റിനേഷൻ. നമ്മൾക്ക് ആ വഴിയെ പോകേണ്ടതുണ്ട്. എൻട്രി അവിടെ. അയ്യോ, ദിസ് ഈസ് കോഴിക്കോട്. ഏകദേശം എല്ലാവരും ഇവിടെ ഇറങ്ങി. ഇവിടെ ഒരു ലോഡ് ആൾക്കാരുണ്ട് കയറാൻ വേണ്ടിയിട്ട്. കോഴിക്കോട്, ദിസ് ഈസ് അവർ കോഴിക്കോട്. സംഭവം വന്നിട്ട് ഇത്രയും ഒടുക്കത്തെ വെയിറ്റ് എന്ന് പറയാൻ പോലും ഒരു രക്ഷയില്ലാത്ത വെയിറ്റ് സാധനം തൂക്കിയിട്ട് 2 ബാഗ് കൊണ്ടിട്ട് എന്തിനാണോ ആർക്കറിയാം.
അതാണ് എൻട്രൻസ് നോക്കി പറഞ്ഞാൽ അതെല്ലാം എൻട്രൻസ്. ദിസ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ഡ്രോയിങ്. റെയിൽവേ സ്റ്റേഷൻ എൻട്രൻസ് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇപ്പോൾ ശരിക്കത്തെ എൻട്രൻസ് എത്തി തന്നു. ഇതൊക്കെ ഏത് സ്ഥലം? ബസ് സ്റ്റോപ്പ് എത്തി. ഇപ്പോൾ നമുക്ക് ബസ്സൊന്നും വേണം, നമുക്ക് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, അണ്ണം വരും. അപ്പോൾ നമ്മുടെ ഊബർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെക്കൻഡ് ഊബറിൻ്റെ ആളത് ആ പോണം. നമ്മളുടെ ഊബർ ഡ്രൈവർ. ഊബർ അല്ലേ നിങ്ങള്? ഷൂ ഒക്കെ ഇട്ടിട്ട് അമ്മോ ഇതെന്തിങ്ങനെ? അപ്പം നമ്മൾ നോർമലി ഫ്ലൈറ്റ് ടു മാങ്കാവ് എന്ന് പറഞ്ഞാൽ ഈ ലുലു ഒക്കെ ഇല്ലേ, നല്ല മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അപ്പോൾ ഫൈനലി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. അതായത് ഇതാണ് നമ്മുടെ ഓഫീസ്. എവിടെ സൈലം ഇവിടെ അതിൻ്റെ സൈലം കാണാല്ലേ ഗൈസ്? ഇതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫീസ്. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇയാളെ പോലെ നിങ്ങളൊക്കെ വ്ളോഗിലിടും, കുഴപ്പമില്ല. ഇവിടെ ഓഫീസിൽ ഇതെവിടെ ഈ കമ്പ്യൂട്ടർ ആരുടെയാണെന്ന് അറിയില്ല. ഇച്ചാച്ചി ഉച്ചിഹോനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ദിസ് കൊള്ളാം, ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ് ബ്രോ. ഇച്ചാച്ചി ഉച്ചിഹ, ഇതാണ് ഈ കുട്ടിയുടെ പേര്. നല്ല കുട്ടിയാണ്. അപ്പോൾ സംഭവം വന്നിട്ട് ഞാൻ ഒരു സൂപ്പർ വ്യൂ കാണിച്ചു തരാം. നിങ്ങൾ എന്താ പറയുക, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു വ്യൂ. പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കാറിൻ്റെ വ്യൂ ആണെന്ന്. ജസ്റ്റ് നോക്കുക. ദിസ് ഇസ് അവർ ലുലു മാൾ, കാലിക്കറ്റിലെ ലുലു മാൾ. ഏത് മൂഡ്, അംബാനി മൂഡ്. സീരിയസ്ലി ഇത് നോക്കുക. ഇത് നമ്മുടെ ഓഫീസ്, ഇതാ നമ്മുടെ ലുലു. ഈ വ്യൂ എത്ര കോടി കൊടുത്താലും കിട്ടില്ല. യൂസഫ് ഖാൻ്റെ സമ്പാദ്യം ശരിക്കും നോക്കോ. വാവ്. നമ്മൾ അറേബ്യൻ പാലസ്, അതായത് ബെസ്റ്റ് മന്തി ഇൻ ദ വേൾഡ്. എനിക്ക് അൽറീമിനേക്കാൾ ഇവിടെ നിന്നാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഇന്ന് കഴിച്ചിട്ട് കറക്റ്റ് പറയാം അൽറീം ഓർ അറേബ്യൻ പാലസ്. ഓക്കെ, പീസ് ഔട്ട്.